ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സമീപ നാളിൽ ഏറ്റുമാനൂരിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായപ്പോൾ കോട്ടയം, കടുത്തുരുത്തി, പാല ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതുമൂലമുണ്ടാകുന്ന സമയനഷ്ടമാണ് രക്ഷാപ്രവർത്തനം അസാധ്യമാക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി ആതിര D. നായർ പറഞ്ഞു. ഏറ്റുമാനൂർ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു നാശനഷ്ടം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ നമുക്ക് കോട്ടയത്ത് നിന്നാണ് വരേണ്ടി വന്നത്. ആ ഒരു സമയം അത്രയും സമയം എടുത്തതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു വലിയൊരു എന്താ പറയാ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായത്. അതുപോലെ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, കോട്ടയത്ത് കൊണ്ട് തികയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ശ്രമിക്കാഞ്ഞിട്ടാണ് നമ്മൾ കടുത്തുരുത്തിന്നും കൂടെ വിളിക്കേണ്ടി വന്നു. അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള അവസ്ഥകൾ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും എന്താ പറയാ വഷളാവത്തില്ലായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് കിടത്താനും അതിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം ശരിക്കും ഇത് മുമ്പേ തൊട്ട് പറയുന്നതാണ് ഇതൊരു ആവശ്യകതയാണെന്നുള്ളത്. അന്ന് എന്താ പറയാ നമ്മുടെ പൊതുവെയുള്ള രീതി അതാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ബാക്കി നോക്കാം എന്നുള്ളൊരു രീതിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ കണ്ടത്. കോട്ടയത്തുള്ളത് നാട്ടകത്താണ്, MC റോഡാണല്ലോ, പെട്ടെന്ന് എത്താന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് പെട്ടെന്ന് എത്തിയില്ല എന്നുള്ളൊരു ചോദ്യം അപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇത് അവര് പറയുന്ന കാരണമാണ്. എനിക്ക് തോന്നുന്നു പരിശ്രമിക്കാഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഇനിയെങ്കിലും ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു കാര്യം കൂടെ നടന്ന് ഇനിയെങ്കിലും ഇതിന് അതിപ്പോ ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ, അല്ലെങ്കിൽ ആരാണോ ഇവിടെ ജയിക്കുന്നത് അവര് ഇത് അടിയന്തരമായി ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ നോക്കേണ്ട ഒരു വിഷയമാണ്. ഫയർ സ്റ്റേഷൻ എത്രയും വേഗം ആരംഭിക്കണമെന്ന് ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് NP തോമസും ആവശ്യപ്പെട്ടു. അതിന് വേണ്ട സഹായം എത്തിക്കാൻ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അക്കാര്യത്തിലെ ചുമതലപ്പെട്ട പലർക്കും അനാസ്ഥയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ഏറ്റുമാനൂരിൽ തീപിടുത്തം ഉണ്ടായി. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളെ ഫേസ് ചെയ്യാൻ ഏറ്റുമാനൂര് പോലെ ഒരു വികസിതമായിട്ടുള്ള ഒരു പട്ടണത്തിലെ എത്രയും വേഗം സൗകര്യങ്ങൾ വരേണ്ടതുണ്ട്. അതിന് ഇനിയും താമസം വരരുതെന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറയാനുള്ളത്. ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കപ്പെടുകയും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പല ഘട്ടങ്ങളിൽ നടത്തുകയും ചെയ്തിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അനാസ്ഥ കാട്ടിയതായി ആക്ഷേപം ഉയരുകയാണ്.